അങ്ങനെ ഇത്തവണത്തെ സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ മികവുറ്റ സൈനിങ്സ് ഒക്കെ ഇപ്പൊ നടത്തിയിട്ടുണ്ട്. അതായത് റോഡ്രിയെ അവർ ഇന്നലെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം റോഡ്രി ബാഴ്സലോണയിലേക്ക് എത്തി. റോഡ്രി സത്യം പറഞ്ഞ റയൽ മാഡ്രിഡില് എത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ ആഴ്ചയോടുകൂടി റോഡ്രി ബാഴ്സലോണയിലേക്ക് എത്തുമെന്ന് റൂമർ ഉണ്ടായി. അങ്ങനെ താരം വളരെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ബാഴ്സലോണയിലേക്ക് എത്തുന്നത്. താരത്തിന്റെ പ്രതികരണം ഇതിലുണ്ട്. ഐ ആം സോ ഹാപ്പി, ഇറ്റ്സ് എ ഡ്രീം എന്ന് കൂടി തന്റെ ഡ്രീം ആയിരുന്നു. താനിപ്പോ വളരെ സന്തോഷവാനാണെന്നും കൂടി റോഡ്രി പറയുമ്പോൾ, റോഡ്രിക്ക് കൊടുത്തിരിക്കുന്ന കോൺട്രാക്ട് ബാഴ്സലോണ 2030 വരെയാണ് റോഡ്രിയുടെ കോൺട്രാക്ട് ബാഴ്സലോണ കൊടുത്തിരിക്കുന്നത്. ഇതോടുകൂടി സ്പെയിനിൽ കളിക്കുന്ന 8 പ്ലേയേഴ്സുകൾ, ഇപ്പൊ സ്പെയിൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന 8 പ്ലേയേഴ്സ് ഓൾറെഡി ബാഴ്സലോണയിൽ ഉണ്ട്. അത് ഗാർസിയ, കുബാർസി, ഡാനി ഓൾമ, യമാല്, റോഡ്രി, പെഡ്രി, ഗാവി തുടങ്ങിയ സൂപ്പർ താരങ്ങളെല്ലാം ഇതിപ്പം ബാഴ്സലോണയിലുണ്ട്. എന്തായാലും ഒരു മിനി സ്പെയിനിൽ കളിക്കുന്ന സൂപ്പർ താരങ്ങളെല്ലാം ഇപ്പൊ ബാഴ്സലോണയുടെ ടീമിലാണ്, അവരുടെ ക്ലബിൽ കളിക്കുന്നത് എന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഫിക്സഡ് ഫീ റോഡ്രിയുടെ നോക്കാൻ നേരത്തെ റോഡ്രി 60 മില്യൺ കൊടുത്തിട്ടാണ് മേടിച്ചത്. പിന്നെ 11 മില്യൺ രൂപ ആഡ് ഓൺസും ഒരു ഡിഫിക്കൽട്ട് ആഡ് ഓൺസും കൂടെ ഉണ്ട്. ഇതിൽ 5 മില്യന്റെ ടോട്ടൽ പാക്കേജ് 76 മില്യനാണ് റോഡ്രിയെ സിറ്റിയുടെ കയ്യിൽ നിന്ന് മേടിച്ച റോഡ്രീനെ. പിന്നെ ഇതോടുകൂടി ബാഴ്സലോണ ഈ ട്രാൻസ്ഫർ വിൻഡോയില് 165 മില്യൺ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. 65 മില്യൺ റോഡ്രിക്കും, പിന്നെ ആന്റണി ഗോർഡന് 70 മില്യൺ, അഡേമിക്ക് 22 മില്യൺ, ബസീവുവിന് 8 മില്യൺ. ക്യാൻസലോ അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാൻസലോ ഫ്രീ ട്രാൻസ്ഫർ തന്നെയാണ്. പിന്നെ അവര് ട്രാൻസ്ഫർ ഉണ്ടാക്കിയത് 78 മില്യൺ ആണ് അവർക്ക് ലഭിച്ചത്. ഫെറാൻ ടോറസിന്റെ 50 മില്യൺ, ആൻസു ഫാറ്റിയുടെ 11 മില്യൺ, ടോമിയുടെ 10 മില്യൺ, വിർജിലിയുടെ 4 മില്യൺ, ഇനാക്കി പെനെ അവർ കൊടുത്തു, സെയിൽ ചെയ്ത് 3 മില്യൺ. അതുപോലെ ടെർസജന് ലോണിൽ കൊടുത്തു, റൊണാൾഡോ ഹറോഹോനെ ലോണിൽ കൊടുത്തു. ലെവൻഡോസ്കി ഫ്രീ ട്രാൻസ്ഫർ ആയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം സൂപ്പർ കാര്യങ്ങളാണ് ഇപ്പോൾ ബാഴ്സലോണയിൽ നടന്നിട്ടുള്ളത്. എന്തായാലും ഡിയേഗോ സിമിയോണി ഇപ്പം കൂലിയൻ അൽവാരസിന്റെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അപ്ഡേറ്റ്. കൂലിയൻ അൽവാരസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് പോണോസുമായിട്ടൊക്കെ ഡിസ്കഷനാണ്. ലോങ്ങർ എനി റൂം ഫോർ ഡൗട്ട്. അപ്പോൾ കൂടുതൽ കാര്യമൊന്നും ഇപ്പൊ ഡിയേഗോ സിമിയോണി പറഞ്ഞിട്ടില്ല. അപ്പം കൂലിയൻ അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ തുടരുമെന്നൊക്കെയാണ് ഡിയേഗോ സിമിയോണി ഇപ്പം വിചാരിക്കുന്നത്. എന്തായാലും ഇത്രയും അപ്ഡേറ്റ് ആണ് ബാഴ്സലോണയെ പറ്റിയുള്ളത്. ബാഴ്സലോണ റോഡ്രി പിടിച്ച് കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ട്. റോഡ്രി ഇപ്പൊ പറഞ്ഞത് UCL ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ കിരീടങ്ങൾ ഇത്തവണ സ്വന്തമാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബാഴ്സലോണ.